ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബനാന ഫിംഗേഴ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബനാന ഫിംഗേഴ്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു പഴം നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് വീണ്ടും പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നീളത്തിന് 3-4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വിരലിൻ്റെയൊക്കെ ആ ഒരു സൈസിൽ നമുക്ക് 3-4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പഴം 3ആയിട്ട് കിട്ടത്തക്ക രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള പഴം മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പഴം ആയതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പതപ്പിച്ചൊന്ന് കലക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞു വരത്തക്ക രീതിയിലൊന്ന് കലക്കി എടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് പഴവും നമുക്ക് ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പൊടിയിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പഴവും മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി വെച്ചൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടി വെച്ച് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് പഴവും നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും. ബ്രെഡും മുട്ടയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഴമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബനാന ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പഴവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബനാന ഫിംഗേഴ്സ് ആണ്. ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.